ഓൾറെഡി ഉള്ള പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ഒരു വർക്ക് കാണാൻ വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഊതി പെരുപ്പിച്ച് അതിൽ എണ്ണയും തീയും വാരിയിട്ട് കയ്യിൽ മറ്റൊരാളെ അടിക്കാൻ ഒരു ആയുധം വെച്ച് കൊടുക്കുന്ന പോലത്തെ സിനിമകൾ ആവരുത് ഒരു സിനിമയും ഒരു വർക്ക് ഓഫ് ആർട്ടും. വിനീതേട്ടൻ പറഞ്ഞ പോയിന്റിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാണ്, കോൺട്രവേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി ചോദിക്കല്ല. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വിപരീതമായിട്ടാണ് കേരളത്തെ അല്ലെങ്കിൽ മലയാളികളെ മറ്റുള്ള സിനിമകളൊക്കെ എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന കേരള സ്റ്റോറി അത് വലിയൊരു വിവാദമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അത്തരം ഒരു കഥയാണ് വിനീതേട്ടനിൽ വന്ന് അപ്രോച്ച് ചെയ്യുന്നതിരിക്കുക. പല ഭാഷകളിലായിട്ടും പോകാൻ സാധ്യതയുള്ള ഒരു നടൻ എന്ന നിലയ്ക്ക് അത്തരം കഥകളിലായിട്ട് വരുമ്പോൾ ആ കണ്ടന്റിനെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുക? ഇല്ല, അതിന്റെ ഒരു ഒത്തന്റിസിറ്റി ഞാൻ ആദ്യം നോക്കും. ഹൗ കംഫർട്ടബിൾ ഐ ആം. ജനറലി ഐ എം നോട്ട് കംഫർട്ടബിൾ ഡൂയിങ് ഇങ്ങനത്തെ ഹൈലി കോൺട്രവേഴ്ഷ്യൽ ഓർ വിച്ച് കൻ ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ടു എനി സെക്ഷൻ ഓഫ് അവർ സൊസൈറ്റി. ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ദാറ്റ്. ബിക്കോസ് നമ്മള് ഓഫ് കോഴ്സ് യു ഹാവ് ടു ബി ഓണസ്റ്റ് ഇൻ ബ്രിങ്ങിങ് ഔട്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ആസ് എൻ ഇൻഡിവിജ്വൽ ഒരു റെസ്പോൺസിബിലിറ്റി ആസ് എ സിറ്റിസൺ ഇസ് ടു സ്റ്റിക്ക് ടു ഒരു എസ്തെറ്റിക് ആൻഡ് പ്ലീസിങ് ആയിട്ടുള്ള അല്ല, ആർട്ടിൽ തന്നെ യു ക്യാൻ ബ്രിങ് ഔട്ട് ഡിഫറെന്റ് തിങ് ബട്ട് വിതൗട്ട് ഡിസ്റ്റർബിംഗ് ദ സെന്റിമെന്റ്സ് ഓഫ് പീപ്പിൾ. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് ആൻഡ് ഐ റെസ്പെക്ട് വെദർ ഇറ്റ്സ് റിലിജൻ ഓർ ഫെയ്ത്ത് ഓർ യു നീഡ് ടു റെസ്പെക്ട് ബിക്കോസ് യു ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി. സോ അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ധർമ്മം ആൻഡ് ഈക്വലി റെസ്പോൺസിബിൾ. അതുകൊണ്ട് നോട്ട് ജസ്റ്റ് ദിസ്, ഇപ്പം ഞാൻ പറയേണ്ടായിരുന്നു ഒരു ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ക്രൂഡ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കും. സോ അതിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം ഓഫ് ലേറ്റ് ഇപ്പം എനിക്ക് വുമൻ ഹരാസ്മെന്റ്, ചൈൽഡ് അബ്യൂസ്, ഇതൊന്നും എനിക്ക് വൺസ് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ലൈൻ എന്താണ്, ഹൗ ആർ ദേ ഗ്രാഫിക്കലി ഷോയിങ് ഇറ്റ്, അതിനെ എസ്തെറ്റിക് ആയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഡയറക്ടറുടെ ഒരു വിഷൻ ഓഫ് ഷോയിങ് ഇറ്റ് ഓൺ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ മീ ഐ വിൽ അക്സെപ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട്, ഇഫ് അവർ ഗ്രാഫിക്കലി ക്രൂഡായിട്ട് ഇഫ് ദേ ഗോയിങ് ടു ഷോ സംതിങ്, ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയും, ഐ വുഡന്റ് ലൈക്ക് ടു, ഐ വോണ്ട് ബി കംഫർട്ടബിൾ. പറയും ഒരു അഭിനേതാവായാലും എല്ലാം ചെയ്യണം, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. പക്ഷെ അവിടെയും നമ്മൾ ഈ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ ഒരു പ്രസൻറ്റേഷൻ ഹാസ് ടു ബി എസ്തെറ്റിക്. സോ അതിനോട് ഞാൻ യോജിക്കുന്ന ആളാണ്. ഇപ്പം വിമൻ ഹരാസ്മെന്റിലും അതിന് ഒരു രീതിയുണ്ട് കാണിക്കുന്നതിൽ. ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനത്തെ കഥാപാത്രങ്ങളിൽ ഹൈലി പെർഫോമൻസ് ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്സ്മാൻ വരുമ്പം ഇല്ല ഇതിൽ വിമൻ ഹരാസ്മെന്റ് ആണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതും ഉണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പം എക്കോ എടുത്താൽ തന്നെ ആക്ച്വലി ഹീസ് വെരി റൂഡ് ടു മ്ലാത്തി. പക്ഷെ അത് ആ കോൺവെർസേഷനിലും അവിടെയൊക്കെ നോക്കിയ ഒരു ലെയർ ഓഫ് ഡിഗ്നിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ആൻഡ് അത് ഡിസ്കസ് ചെയ്യും. അത് ഓഫ് കോഴ്സ് ഡയറക്ടറായിട്ടും അല്ലാതെ വരുന്ന ഇപ്പൊ വിഷ്വലി അങ്ങനെ കാണിച്ചേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ. So ultimately, whatever it is, without disrespecting and hurting the sentiments of audience, society. This is my personal principle ആണ്. വിനായകന്റെ പൊളിറ്റിക്സ് എങ്ങനെയാണല്ലേ? ഇല്ല, ആർട്ട് എന്ന് പറയുന്നത് പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത്രേ ഉള്ളൂ. അത് പ്രൊപ്പഗണ്ട, അത് അപ്പം തന്നെ അതിൻ്റെ ബേസിക് ഗ്രാസ് റൂട്ട് ലെവലിൽ തിങ്കിങ് മാറി. നമ്മൾ ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനിടയിൽ ഒരു ആശ്വാസമായിരിക്കണം നമ്മൾ സിനിമ കൊടുക്കുന്ന, സിനിമയാണെങ്കിൽ ഏത് ആർട്ട് ഫോം ആണെങ്കിലും കൊടുക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഊതിപ്പെരിപ്പിക്കാൻ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ഒരു വർക്ക് കാണാൻ വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് അതിൽ എണ്ണയും തീയും വാരിയിട്ട് കയ്യിൽ മറ്റൊരാളെ അടിക്കാൻ ഒരു ആയുധം വെച്ച് കൊടുക്കുന്ന പോലത്തെ സിനിമകൾ ആവരുത് ഒരു സിനിമയും ഒരു വർക്ക് ഓഫ് ആർട്ടും. അതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെയുള്ള എലമെൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കോൾ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. അത്രത്തോളം നമ്മൾ ഫിൽട്ടർ ചെയ്ത് ട്രൂ ആർട്ടിസ്റ്റുകളെ മതി ഇൻഡസ്ട്രിക്ക്, ട്രൂ ആർട്ടിസ്റ്റുകൾ മാത്രമേ ഇൻഡസ്ട്രിയിൽ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.